മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാരുടെ പെരുന്നാൾ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തി മാതൃയാനം. അമ്മമാരെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കൊണ്ടാക്കിയ വകയിൽ കഴിഞ്ഞ 10 മാസമായി കിട്ടാനുള്ളത് 2 ലക്ഷം രൂപ. മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാർക്ക് ഇത്തവണ പെരുന്നാൾ അത്ര പൊളിയല്ല. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും മാതൃയാനം പദ്ധതി പ്രകാരം ടാക്സി ഓടിയ വകയിൽ കിട്ടാനുള്ള തുക 25ഓളം ഡ്രൈവർമാർക്കായി 2 ലക്ഷത്തോളം രൂപയാണ്. കഴിഞ്ഞ 10 മാസമായി ഈ തുക ലഭിക്കുന്നില്ല. ഞങ്ങൾ മലപ്പുറം കോട്ടപ്പടി സ്റ്റാൻഡ് അതുപോലെ കുന്നുമ്മൽ സ്റ്റാൻഡിൽ ടാക്സി ഓടിക്കുന്ന ആളുകളാണ്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ മാതൃയാന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രസവിച്ച അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്ന ഒരു കോൺട്രാക്ട് എടുത്ത ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം 2025 5-ാം മാസം വരെയുള്ള പൈസയാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഇനിയും ഞങ്ങൾക്ക് കിട്ടാണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ബില്ലുകളൊക്കെ റെഡിയാക്കി NHM ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. NHM ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അത് ട്രഷറി കൊടുത്തിട്ടുണ്ട്, ട്രഷറി പാസ്സാവുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നോമ്പും പെരുന്നാളും ഒക്കെ അടിച്ചു വരുന്ന സമയത്ത് പുറത്ത് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. നമുക്ക് പൈസ കിട്ടാതെ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതൊന്ന് സർക്കാർ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നടപടിയാക്കിയിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാനുള്ള ഒരു സംവിധാനം ചെയ്യാനുള്ള ഇത് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. മലപ്പുറത്ത് മാത്രമല്ല അടുത്ത പ്രദേശങ്ങളിലും ടാക്സി ഡ്രൈവർമാർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. സുഹൃത്ത് പറഞ്ഞതുപോലെ മലപ്പുറത്ത് മാത്രമല്ല പ്രശ്നം, മഞ്ചേരി പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ പ്രശ്നമാണ്. ഈ തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതി പ്രകാരം തൽക്കാലം ഇതിൽ പെട്ടുപോയത് ടാക്സിക്കാരാണെന്ന് മാത്രം. കാരണം സ്വന്തം പോക്കറ്റിലെ ഡീസലും അടിച്ച് മെയിൻ്റനൻസും ചെയ്ത് ഒരു വർഷത്തോളം ഈ പണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഉടനെ ഒരു പരിഹാരം ആരാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇലക്ഷൻ അടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്ന ഒരു പദ്ധതിയാണിത്. പക്ഷേ ഇതേപോലെ പൈസ കിട്ടാതെ ഇനിയിപ്പോൾ ആര് വന്നാലും എന്താണ് ഈ പൈസക്ക് ഒരു ചാൻസ് ഉണ്ടോയെന്നൊരു അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ടാക്സിക്കാരുടെ കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള സ്കീം വഴിയാണ് ഫണ്ട് അനുവദിച്ച് കിട്ടുകയെന്നും ഇത് വൈകുന്നത് കൊണ്ടാണ് കാലതാമസം വരുന്നതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഫണ്ട് അനുവദിക്കുന്നത് ആരായാലും അനുഭവിക്കുന്നത് ഈ പാവം ടാക്സി ഡ്രൈവർമാരാണ്. യുദ്ധഭീതി കരിനിഴൽ വീഴ്ത്തിയ ഇത്തവണത്തെ പെരുന്നാളിന് പോക്കറ്റ് കൂടി കാലിയായ ദുരിത അവസ്ഥയിലാണ് മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാർ. കൂടുതൽ വൈകാതെ എന്തെങ്കിലും ഒരു പരിഹാരം അധികൃതർ കാണിച്ചു തരണമെന്നാണ് ഇവരുടെ കരഞ്ഞുകൊണ്ടുള്ള അപേക്ഷ. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.